നമസ്കാരം. കർക്കിടകം മലയാളികൾക്ക് പഞ്ഞമാസമാണ്. എന്നാൽ ആരോഗ്യ സംരക്ഷണത്തിന് ഈ മാസം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഈ സമയത്ത് ശരീരബലം കുറയുകയും രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. ഇതിനെ ചെറുക്കാൻ നമ്മുടെ പൂർവികർ കണ്ടെത്തിയ വഴികളിലൊന്നാണ് കർക്കിടക കഞ്ഞി. എന്തൊക്കെയാണ് കർക്കിടക കഞ്ഞിയുടെ പ്രധാന ഗുണങ്ങളെന്ന് നോക്കാം. കർക്കിടക കഞ്ഞി വെറുമൊരു ആഹാരം മാത്രമല്ല, അതൊരു ഔഷധം കൂടിയാണ്. ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. കൂടാതെ വാതം, പിത്തം, കഫം എന്നിവയെ സന്തുലിതാവസ്ഥയിൽ നിർത്താനും ഇത് സഹായിക്കും. ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാനും ശരീരത്തിന് ഉന്മേഷവും ഊർജ്ജവും നൽകാനും സന്ധിവേദനകൾക്ക് ആശ്വാസം നൽകാനും കർക്കിടക കഞ്ഞിക്ക് കഴിയും. കർക്കിടക മാസത്തിൽ തുടർച്ചയായി 7 ദിവസമോ 14 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം മുഴുവനുമോ കർക്കിടക കഞ്ഞി കുടിക്കുന്നത് ഏറെ നല്ലതാണ്. ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഒരു പുത്തൻ ഉണർവ് നൽകും. എന്തൊക്കെയാണ് കർക്കിടക കഞ്ഞിയുടെ പ്രധാന ചേരുവകളെന്ന് നോക്കാം. ഞവരയരി അല്ലെങ്കിൽ ഉണക്കലരി ദഹനത്തിന് നല്ലതും ശരീരത്തിന് ബലം നൽകുന്നതുമാണ് ഇത്. ചിറ്റമൃത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. വാതത്തെയും കഫത്തെയും ശമിപ്പിക്കാനും ശരീരത്തിന് കുളിർമ നൽകാനും ഉലുവ സഹായിക്കും. ജീരകം ദഹനത്തിനും ശരീരത്തിലെ വിഷാംശം നീക്കാനും നല്ലതാണ്. പ്രോട്ടീൻ സമ്പുഷ്ടമായ ചെറുപയർ ശരീരത്തിന് ഊർജ്ജവും നൽകുന്നു. മഞ്ഞൾപ്പൊടി ഒരു സ്വാഭാവിക അണുനാശിനിയാണ്. വീക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കും. ചുക്ക് ദഹനത്തെ സഹായിക്കുന്നു, കൂടാതെ കഫക്കെട്ടും കുറയ്ക്കുന്നു. കുരുമുളക് ദഹനത്തെ സഹായിക്കുകയും ജലദോഷം, ചുമ എന്നിവയ്ക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. മല്ലി ദഹനത്തെ സഹായിക്കുകയും ശരീരത്തിന് കുളിർമയും നൽകുന്നു. നെയ്യ് ശരീരത്തിന് ഊർജ്ജം നൽകുകയും പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.